എല്ലാവർക്കും നമസ്കാരം. ലിത്വാനിയയിൽ നിന്നാണ് എൻ്റെ യാത്ര തുടങ്ങിയത്. യൂറോപ്പിൻ്റെ കിഴക്കേ അറ്റത്ത് നിന്നൊരു സ്വപ്നം പോലെ ഏതൻസ് നഗരത്തിലെ ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ മനസ്സിലൊരു തിരിച്ചറിയലുണ്ടായി. ഞാൻ ചരിത്രത്തിലേക്ക് കാൽ വെച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഒരു യാത്ര, പർവ്വതങ്ങളിലൂടെ, ഒലീവ് തോപ്പുകൾക്കിടയിലൂടെ, ലക്ഷ്യം ഡൽഫി. പുരാതന ഗ്രീക്കിലെ ആത്മാവുള്ളൊരിടം എന്ന് ഡൽഫിയെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതുവരെ കേട്ടത് പുസ്തകങ്ങളിൽ, ഡോക്യുമെൻ്ററികളിൽ, പഴയ കഥകളിൽ മാത്രം. എന്നാൽ ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. പുരാണപ്രകാരം ലോകത്തിൻ്റെ ഇരുപുറങ്ങളിലേക്ക് സിയൂസ് അയച്ച 2 കഴുകൻ പക്ഷികൾ, അവർ തമ്മിൽ കണ്ടുമുട്ടിയ ഇടമാണ് ഡൽഫി. അതിനാലാണ് ഈ സ്ഥലത്തെ ലോകത്തിൻ്റെ നടുനഭി എന്ന് വിളിച്ചത്. അതിൻ്റെ ചിഹ്നമായ ഓംഫലോസ് എന്ന കല്ല് ഇന്ന് വരെ ഇവിടെ നിലകൊള്ളുന്നു. അപ്പോളോ ദൈവത്തിനായാണ് ഈ ദേശം സമർപ്പിച്ചത്. അദ്ദേഹം പൈത്തൺ എന്ന നാഗത്തെ കൊന്ന് ഈ ഭൂമി തൻ്റേതാക്കി. പിന്നീട് ഇവിടെ അപ്പോളോയുടെ പ്രതിനിധിയായ പൈത്തിയ എന്ന പുരോഹിതയിലൂടെ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നൽകിയിരുന്നതാണ്. ഇന്നും ഇവിടെ ആ കാറ്റ് വീശുമ്പോൾ ആ ശബ്ദത്തിൽ പുരാതനത്തിൻ്റെ ഊർജം നാം കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നു. കാണാൻ, തിരിഞ്ഞു നോക്കാൻ, വീണ്ടും വരാനാകുന്ന ഒരിടമാണ് ഡൽഫി. എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. യാത്രകൾ തുടരും.